Rating daily dental habits. Cleaning tongue daily. 8. ടങ് ക്ലീൻ ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടങ്ങിന്റെ മുകളിൽ നമ്മുടെ ഒരുപാട് ടേസ്റ്റ് ബഡ്സും സ്ട്രക്ചേഴ്സും ഉണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ എന്തെങ്കിലും വൈറ്റ് കോട്ടിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഡ് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫ്രഷ്നെസ് കിട്ടാനും ഈ ബാഡ് സ്മെല്ല് വരുന്ന സംഭവങ്ങൾ ഫംഗസ് ഫോം ചെയ്യുന്നതിനൊക്കെ ക്ലീൻ ചെയ്ത് ഒഴിവാക്കാനാണ് നമ്മൾ ടങ് ക്ലീനിങ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ള ആളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തവർക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദിവസവും ക്ലീൻ ചെയ്യുന്നത് നിർബന്ധമല്ല. Eating breakfast without brushing. അത് ഡസൻ മേക്ക് എ ഡിഫറൻസ് ആക്ച്വലി. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? കാരണം വെച്ചാൽ നമ്മൾ പല്ല് തേക്കാതെ ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചാൽ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. പല്ല് തേച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതുകൊണ്ട് ആർക്കും ഒരു ആഡഡ് ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. പല്ല് ബ്രഷ് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് രണ്ട് കാര്യമാണ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവിടെ ഫുഡ് പാർട്ടിക്കിൾസ് ഇരിക്കാതിരിക്കാനാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ആയിരിക്കും. ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് അതിപ്പോൾ എപ്പോൾ കഴിച്ചാലും അങ്ങനെ തന്നെയാണ്. ബ്രഷ് ചെയ്യുന്നത് ഒരു ക്രൈറ്റീരിയ അല്ല ഭക്ഷണം കഴിക്കുന്നതിന്. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തായാലും ബ്രഷ് ചെയ്തേ പറ്റൂ. ഒരു വർഷം കൂടി ഇരിക്കുമ്പോൾ ബ്രഷ് മാറ്റുന്നത് നല്ലൊരു കാര്യമായിരിക്കും. എനിക്കത് റേറ്റ് ചെയ്യേ വേണ്ട. നമ്മളൊരു 2 months കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഓക്കെ. ഐ ക്യാൻ റേറ്റ് ഇറ്റ് as 3 ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ മാറ്റുന്നുണ്ടല്ലോ. വർഷമല്ല, അതൊരു 2 മാസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 1.5 മാസം 2 മാസം കഴിയുമ്പോൾ ബ്രഷിന്റെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബ്രഷിന്റെ പെർഫോമൻസ് കുറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന അതിന്റെ ഫംഗ്ഷനാലിറ്റി കുറയുമ്പോൾ മാറ്റുന്നത് തന്നെയാണ് നല്ലത്. യൂസിങ് ഫ്ലോസ് ഡെയിലി. 6. കാരണം വെച്ചാല് ഫ്ലോസിങ്ങിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ ആളുകൾക്ക് ഉണ്ടെങ്കിലും ഫ്ലോസിങ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പലരെയും കൃത്യമായിട്ട് ട്രെയിൻഡ് അല്ല. ഈ ഫ്ലോസിങ് തെറ്റായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഗംസിന് പ്രോബ്ലംസ് വരാം, ഇഞ്ചുറീസ് വരാം. അപ്പോൾ റെഗുലർ ആയിട്ട് ഫ്ലോസ് ചെയ്യുന്ന ആള് കൃത്യമായിട്ടല്ല അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ഡാമേജിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കൃത്യമായിട്ടാണ് ഫ്ലോസ് ചെയ്യുന്നതെങ്കിൽ ദിവസം ഫ്ലോസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഐ വുഡ് റേറ്റ് ഇറ്റ് ആസ് ലൈക്ക് 6.